ഇന്നൊരു സ്നാക്സ് ആക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യത്തിന് 2 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്, അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, പഞ്ചസാരയും ഒരു 4 ഏലത്തരിയും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ കുറച്ച് റവ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി, പിന്നെ കുറച്ച് നെയ്യും. ഇത് വെച്ച് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം. അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളതുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് നെയ്യിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യില്ലെങ്കിൽ എണ്ണയിലായാലും മതി കേട്ടോ. ഞാനിതിപ്പോൾ കുറച്ച് നെയ്യ് ഇടുന്നുണ്ട്, അപ്പം നേരം അത് ഒഴിച്ച് കൊടുക്കാം വെച്ചു. നെയ്യിലാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നെയ്യ് ഉരുക്കി വെച്ചതാണത്. നമുക്ക് അതിലത്തേക്ക് പാൻ ചൂടായി വന്നിട്ട് നമുക്കിത് ഇട്ടിട്ട് ഇന്ന് വഴറ്റിയെടുക്കാം. അതിനായി നന്നായി വഴഞ്ഞിട്ട് ഇങ്ങനെ പഴം ഉടഞ്ഞു വരണം. ഇതിൻ്റെ ഒപ്പം കുറച്ചും നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിനെ കുറച്ചും ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. ഇത് നമ്മൾ പഴവും തേങ്ങയും കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ നേരത്തെ എടുത്ത പാനിൽ തന്നെ നെയ്യ് ഇതെല്ലാം ഉണ്ട്, അപ്പോൾ ഇതിൽ തന്നെ ഒന്ന് ഇട്ടിട്ട് ചൂടാക്കിയെടുക്കാം. ഇതിൽ നമുക്കിതിനെ അഴിച്ചെടുക്കാം. ഇതിൻ്റെ ഒന്നിച്ച് ഏലത്തരിയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇതും കൂടി ചേർക്കാം. ഇത് പൊടിച്ച് വെച്ചതുകൊണ്ട് പെട്ടെന്ന് ഇതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വരും. ഉണ്ടല്ലേ, പെട്ടെന്ന് അരിഞ്ഞ് ജ്യൂസായില്ലേ. ഇതൊന്ന് കുറച്ച് സമയം നമുക്ക് ഇതിങ്ങനെ വഴറ്റിയെടുത്തിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ ഇത് നന്നായി ഉരുകി ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ അരിപ്പൊടി കുറേശ്ശേ ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന ആ രൂപത്തിൽ എടുക്കണം. ഒന്ന് ചൂട് കുറച്ച് ആറിയതിന് ശേഷം നമുക്ക് കൈ വെച്ച് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. ഇപ്പോൾ കൈ വെച്ച് കഴിഞ്ഞാൽ ശരിയായില്ല. ഇപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കാം. കുറച്ചും ചൂടാറുന്ന സമയത്ത് നല്ല കട്ടിയിലായിട്ട് വരും കേട്ടോ. അപ്പം നമുക്കൊന്ന് കൈ വെച്ചിട്ട് അതിനെ സെറ്റാക്കിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ പാലൊന്ന് ഈ പാനിലൊക്കെ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. പാല് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിനെ ഒന്ന്
ഇതാക്കാൻ ചൂടുണ്ട് അത്ര ഇത്. ചെറിയ ചൂടിൽ തന്നെ കുഴച്ചിട്ട് നമുക്കിങ്ങനെ ചപ്പാത്തി എല്ലാം ആക്കുന്ന ആ രൂപത്തിലേക്ക്. ഇപ്പോൾ നേരത്തെ ഇതിനെക്കാട്ടി കട്ടി കൂടിയില്ലേ ഇത്. ഇപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നന്നായി കുഴച്ച് നല്ല പാകപ്പെടുത്തിയിട്ടുണ്ട്. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാല് തിളക്കുന്നുണ്ട്. അതിലത്തേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ചേർത്ത് കൊടുക്കാം. റവ ഇട്ട് തീ കുറച്ച് സിമ്മിൽ വെച്ചിട്ട് കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കാം. അതിൽ ഇത് നല്ല സെറ്റായി വന്നു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സമയം ഞാൻ തണുക്കാൻ വെക്കാം. നല്ലോണം തണിയണ്ട, കുറച്ചും ചൂടിലിരിക്കുക തന്നെ നമ്മൾ മറ്റേ ചെയ്താണ് കഴിഞ്ഞാൽ കുഴച്ചെടുക്കണം. ഇപ്പോൾ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല കട്ടയായി വന്നില്ലേ. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് കൈവച്ചൊന്ന് നന്നായി കുഴച്ചെടുക്കണം. ഇപ്പോൾ രണ്ടും കൂടി മിക്സാക്കി നല്ല സോഫ്റ്റാക്കി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും കുറച്ചൊന്ന് തടയിട്ട് നമുക്കിതിനെ ഒന്ന് ചുട്ടെടുക്കാം. ഇത് നമ്മൾ ഷേപ്പിലാക്കി എടുക്കുമ്പോൾ ലേശം എണ്ണ തട കൈക്ക് എന്നുവെച്ചാൽ ഒട്ടിപ്പിടിക്കും. എണ്ണ തട്ടിട്ട് നമുക്കിതിന് ആവശ്യമില്ലത്രപ്പോലെ മാവെടുക്കാം. മാവെടുത്ത് നല്ല പാനിൽ നമ്മളൊന്ന് ഇതാക്കി എടുത്തിട്ട് നമുക്കിതിനൊരു ഷേപ്പ് ആക്കണ്ടേ. ഷേപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ക്വയർ ഷേപ്പിലാക്കുന്നതാണ്. ഈ ഷേപ്പിലാക്കി എടുക്കാം നമുക്കെല്ലാം. ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ചുട്ടെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ലേശം നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എൻ്റെ അടുത്ത് നെയ്യില്ല. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. തീ സിമ്മിൽ വെക്കാം. ചൊരോന്നയായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് രണ്ട് വശവും വേണ്ടേ. അങ്ങനെ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എന്നില്ല നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ യൂസ് ചെയ്തു കേട്ടോ. അതാണ് നല്ല ടേസ്റ്റ്. എണ്ണ ഞാൻ ലാസ്റ്റ് ചുട്ടെടുക്കാൻ എണ്ണയാണ് ഉപയോഗിച്ചിന്. പക്ഷേ അതിനെക്കാട്ടിയും ടേസ്റ്റ് എനിക്ക് നെയ്യിൽ ആക്കുന്നതായിരിക്കും